ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഹർഷയും രവിയും കൂടി പിണങ്ങാണ് കേട്ടോ. ഹർഷയ്ക്ക് വാശിയാവണം, ഈ വീട്ടിൽ ഇനിയും സുശീലയെ കയറ്റുമെന്ന വാശിയാവണം കേട്ടോ. പക്ഷേ സുശീല പിന്നീട് നേരെ പോകുന്നത് അനുപമയുടെ അടുത്തോട്ടാണ് കേട്ടോ. കാരണം ഇതിനെല്ലാം പിറകെ കളിച്ചത് അനുപമ തന്നെയാണെന്ന ആ തോന്നൽ ഒരിക്കലും തെറ്റിയില്ല കേട്ടോ. ആ സത്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ആർക്കു വേണ്ടി, മറ്റൊരു സ്ത്രീക്ക് വേണ്ടി അടി മേടിച്ചത് എന്തിനാണ്, സ്വന്തം മകൻ്റെ ജീവിതം തകർത്തത് എന്തിനാണ് എന്നൊക്കെ തള്ള എന്നൊക്കെ വിളിച്ച ആ വിളികൾ ഇങ്ങനെ സുശീലയുടെ മനസ്സിൽ അലയടിച്ചും കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ സുശീല നേരെ ചെല്ലുന്നത് അനുപമയുടെ വീട്ടിലോട്ട് കേട്ടോ. അനുപമയുടെ വീട്ടിലെത്തുമ്പോൾ അനുപമയാണെങ്കിൽ അവരെ കണ്ട് ചൂലെടുക്കാനുള്ള ആ ദേഷ്യവും വാശിയും കൂടിയാണ് അങ്ങോട്ടേക്ക് കയറി വരുന്നത്. അപ്പോൾ ഉടൻ തന്നെ ഭാനുമ്മ ചോദിക്കുകയാണ്, എന്താ സുശീല, ഈ വീട്ടിൽ നിൻ്റെ എല്ലാതും കഴിഞ്ഞില്ലേ, ഇനി എന്തെങ്കിലും ഇവിടെ മറന്നു വെച്ചിട്ടുണ്ടോ? ദേ തള്ളേ, നിങ്ങൾ വെറുതെ എൻ്റെ വായിലിരിക്കുന്നത് കേൾക്കണ്ട. നിങ്ങൾ സത്യത്തിൽ ഇവളോടാണോ കൂറ്, അതോ ഞങ്ങളോടാണോ? ഞങ്ങളുടെ ഉപ്പും ചോറും തിന്നിട്ട് ഇവളോട് കൂറ് കാണിക്കേണ്ട ആവശ്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ, സുശീലേ, ഞാൻ ആരുടെയും ഉപ്പും ചോറും തിന്നിട്ടില്ല, തിന്നതൊക്കെ നിങ്ങളാണെന്ന് നിങ്ങൾ ചിന്തിക്കണം. നിങ്ങൾക്ക് ഞാൻ ഒരുപാട് ഉപകാരങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. എപ്പോഴും സുശീലേ, നീ നിൻ്റെ ദേഷ്യപ്പുറത്ത് ഇങ്ങനെ ഓരോന്ന് വിളിച്ചു പറയും, പക്ഷേ ഈ ഭാനുമ്മ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ അതിന് ഡബിൾ ഉപകാരവും നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും എന്നിങ്ങനെ ഭാനുമ്മ തിരിച്ചു പറയുമ്പോഴേക്കും അവിടെ സുശീല അകത്തോട്ട് കയറാൻ ഒരുങ്ങുമ്പോൾ, അനുപമ, നിങ്ങൾ അവിടെ നിന്നാൽ മതി, ഈ വീട്ടിലുള്ള മൂദേവിയെ ഞാൻ അടിച്ചെറി. ഇത് കേൾക്കുന്ന സുശീല ആകെ ഒന്ന് ഞെട്ടിപ്പോയിട്ടോ. ഈശ്വര, മൂദേവി എന്നവൾ എന്നെ ഉച്ചരിച്ചിരിക്കുന്നു എന്ന ആ ഭാവത്തിൽ സുശീല ഇങ്ങനെ ദേഷ്യത്തോടു കൂടി, എടി നീ എന്താടി പറഞ്ഞത്? അതെ, ഈ വീട്ടിലുള്ള മൂദേവിയെ ഞാൻ അടിച്ചിറക്കി. ഇത് എൻ്റെ വീടാണ്, എൻ്റെ വീട്ടിൽ നിങ്ങൾക്ക് എന്താ കാര്യം? എടി, നീ ആ രവിയോട് വായിൽ തോന്നിയത് എന്തൊക്കെയടി വിളിച്ചു പറഞ്ഞത്? അതെ, രവിയോട് ഞാൻ പലതും പറയും. രവി ഇവിടെ വന്നതും നിങ്ങൾ അറിഞ്ഞിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്, എനിക്ക് മനസ്സിലായി. രവി ഒരാണായത് നിങ്ങളുടെ മുഖത്ത് ഇപ്പോൾ കാണുന്നുണ്ട്. രവി ഇവിടെ വന്നതും വരാതിരുന്നതും ചോദ്യം ചെയ്യാനുള്ള എന്ത് അവകാശമാണ് നിങ്ങൾക്കുള്ളത് എന്ന് പറയുമ്പോൾ, എടി നീ എന്താടി പറയുന്നത്? രവിയും നീയുമായി ബന്ധം കൂടുന്നു. നിങ്ങളുടെ മകന് എന്തുമാവാമെങ്കിൽ നിങ്ങൾക്കും എന്തുമാവാമെങ്കിൽ എൻ്റെ കാര്യം നിങ്ങൾ ചോദ്യം ചെയ്യണ്ട. ഇത് എൻ്റെ വീടാണ്. എൻ്റെ വീട്ടിൽ രവി ഇനിയും വന്നിരിക്കും. രവിയും ഞാനുമായി ഇനിയൊരു കൂടിക്കാഴ്ച ഉണ്ടായിരിക്കും. അതിൽ നിങ്ങൾക്ക് തടയാൻ പറ്റുമെങ്കിൽ നിങ്ങളങ്ങ് തടയേ എന്ന് പറയുമ്പോൾ സുശീല ഒന്ന് ഞെട്ടുന്നു കേട്ടോ. അങ്ങനെ അനുപമ സുശീലയുടെ മുഖത്തടിച്ച് ഈ വാക്കുകൾ പറയുമ്പോൾ, എടി എന്ന് പറഞ്ഞിട്ട് സുശീല അകത്തോട്ട് കയറാൻ ഒരുങ്ങുമ്പോഴേക്കും അവിടെ തൻ്റെ കയ്യിലിരിക്കുന്ന ആ ചൂലെടുക്കണം കേട്ടോ. മര്യാദക്ക് അങ്ങ് മാറി നിന്നോ, ഇത് എൻ്റെ വീടാണ്, ഈ വീട്ടിൽ നിങ്ങൾക്ക് സ്ഥാനമില്ല. ഞാൻ പറഞ്ഞു, എൻ്റെ വീട്ടിൽ ആര് വരണം ആര് വരണ്ട എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. രവിയും ഞാനും എന്തുണ്ടോ അത് നിങ്ങൾ ചോദ്യം ചെയ്യാൻ നിൽക്കണ്ട. എനിക്കെന്തായാലും നിങ്ങളുടെ മകനെ വേണ്ട. നിങ്ങളുടെ മകൻ നിങ്ങൾ തന്നെ എടുത്തോ. നിങ്ങളുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന, നിങ്ങൾ പറയുന്നതിനനുസരിച്ച് നടക്കുന്ന, നിങ്ങളുടെ മുന്താണിയെ തൂങ്ങിപ്പിടിച്ച് നടക്കുന്ന ഇള്ള കുഞ്ഞിനെ എനിക്ക് എന്തായാലും ഇനി വേണ്ട. നിങ്ങൾ ഇവിടെ നിന്ന് ഇപ്പോഴിറങ്ങണം. അതല്ലെങ്കിൽ ഈ അനുപമ നിങ്ങൾ ആരാണെന്ന് ശരിക്കും അറിയുമെന്ന് പറയുമ്പോൾ സുശീല ആകെ ഞെട്ടിപ്പോകട്ടോ. ഇത് എന്ത് അനുപമ? ഈശ്വര, അവളുടെ മുഖത്ത് ഞാൻ അമ്പലത്തിൽ വെച്ച് കണ്ട ആ ഭാവം, അത് ഇപ്പോൾ ശരിക്കും എനിക്ക് മനസ്സിലായി എന്ന ഭാവത്തിൽ ഇങ്ങനെ നിൽക്കണം കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ അനുപമ, ഇങ്ങനെ തന്നെ വേണം. ഇതിനെ കുറിച്ച് നേരത്തെ ചെയ്യായിരുന്നെങ്കിൽ ഇതിൽ ഇവരുടെ അഹങ്കാരം എത്ര കൂടില്ലായിരുന്നു. കാര്യം ഇവളുടെ ചോറ് ഞാൻ കുറേ തിന്നിട്ടൊക്കെ ഉണ്ടാവും, പക്ഷെ അത് തിന്നതിൽ എനിക്ക് തന്നെ എന്നോട് പുച്ഛമാണ് ഇപ്പോൾ തോന്നുന്നത്. എൻ്റെ എല്ലിൽ അത് കുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ ഭാനുമ്മ പറയുമ്പോൾ, ദേ തള്ളേ, നിങ്ങൾ ഇവൾക്ക് വേണ്ടാത്തതിന് ഓരോന്നിന് കൂട്ട് നിന്ന് കൊടുക്കണ്ട. പിന്നെ ഞാൻ എന്ത് വേണടി? നീ പറഞ്ഞ വാക്കുകൾ കേട്ട് ഒരു വൃത്തികെട്ട മൂദേവിയെ ഈ വീട്ടിൽ കൊണ്ടുവന്ന് നീ അവൾക്ക് കൊടുക്കേണ്ട അടി നീ വേടിച്ചതും പോരാ, സ്വന്തം ഭർത്താവിനെ പകരം വെക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യുക എന്ന് പറയുന്ന ആ വൃത്തികെട്ടവളെ കൂട്ടുപിടിക്കുന്നവളല്ലേ നീ? അപ്പം നിനക്ക് ഇതല്ല, ഇതിലപ്പുറം കിട്ടണം. അതുകൊണ്ട് സുശീല, ഇനി സംസാരിക്കാൻ നിൽക്കേണ്ട. ആ രഘുവേറ്റെ കണ്ടുവന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കൈവെക്കാനും മടിക്കില്ല എന്ന് പറയട്ടോ. ഇതൊക്കെ കേൾക്കുന്നതിനോട് കൂടിയിട്ട് അവിടെ നിന്നും സുശീല ഓട്ടം ഓടാണ്. അപ്പോൾ സുശീലയാണെങ്കിലോ അനുപമയെ അങ്ങ് രഘുവിനെയും അനുപമയെ കുറിച്ച് അപവാദം പറയാമെന്ന നാക്കുകൊണ്ട് വന്നതാണ്. പക്ഷേ അവിടെ നിന്ന് കിട്ടിയത് ഒരു ഒന്നൊന്നര അടി തന്നെയാണ് കേട്ടോ. വേണ്ടി വന്നാൽ ഭർത്താവാക്കാൻ പോലും ഞാൻ മടിക്കില്ല എന്ന് പറഞ്ഞത് തന്നെയാണ് അനുപമ അവിടെ സുശീല ഉച്ചരിക്കുന്നത് കേട്ടോ. പിന്നീടാണെങ്കിലോ ദയയെ കാണാൻ വേണ്ടി അനന്ത മാഷി രാമനാഥൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ രാമനാഥൻ, വരൂ മാഷേ, അപ്പോൾ ദയമോൾ എവിടെ, ദയ വന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, അവൾ വന്നു, അവൾ മുകളിലോട്ട് കുളിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. അപ്പോഴാണ് തൻ്റെ അച്ഛൻ വന്നു എന്നുള്ള ആ വാക്ക് ദയ കേൾക്കുന്നത് കേട്ടോ. ആ സമയം തൻ്റെ അച്ഛൻ്റെ ആ ഒരു സാമീപ്യം ദയ ആഗ്രഹിച്ച് നിൽക്കുകയായിരുന്നു. കാരണം ശബരി പറഞ്ഞ വാക്ക്, ഇനിയൊരു ഭർത്താവായി ഒരു ഭാര്യയായി ഞാനും നീ ഒരു ജീവിതമുണ്ടെങ്കിൽ നിൻ്റെ തെറ്റ് നീ തിരുത്തി വന്നാൽ മാത്രമാണ് നമുക്ക് തമ്മിൽ ഒരു ജീവിതം ഉണ്ടാവുള്ളൂ എല്ലാ അർത്ഥത്തിലും എന്നിങ്ങനെ പറയുന്ന ആ
വാക്കുണ്ടല്ലോ അത് ശരിക്കും നെഞ്ചിൽ തറച്ചതുപോലെ തന്നെയാണ് കേട്ടോ ദയക്ക്. അങ്ങനെ ദയ തൻ്റെ അച്ഛനെ കാണുമ്പോൾ ചെന്ന് കെട്ടിപ്പിടിക്കാൻ കേട്ടോ. അച്ഛ എന്ന് പറഞ്ഞ് അങ്ങ് കെട്ടിപ്പിടിക്കുമ്പോൾ ഉടൻ തന്നെ മോളെ സങ്കടങ്ങളെല്ലാം ഇനി മായ്ച്ചു കളയണം. ഇനി എൻ്റെ ജീവിതത്തിൽ വെളിച്ചം വീശുന്ന ആ ഒരു ദിവസങ്ങളാണ്. ഇനി ഇങ്ങനെയുള്ള അബദ്ധങ്ങളില്ലെന്നും എൻ്റെ മോള് ചെന്ന് ചാടരുത്. അതുകൊണ്ട് കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, എൻ്റെ മോൾ അതെല്ലാം മറന്നേക്ക് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അച്ഛ എനിക്ക് എൻ്റെ തെറ്റ് തിരുത്തണമെന്ന് പറയണേട്ടാ. അത് കേട്ട് അവിടോട്ട് വാസന്തി തന്നെ ഒക്കെ വരണേട്ടാ. അപ്പോൾ ഉടൻ തന്നെ എന്താ പറഞ്ഞത്, എന്താ മോളെ നിനക്ക് നിൻ്റെ തെറ്റ് തിരുത്തണമെന്ന്? തെറ്റൊക്കെ ഇപ്പോൾ തിരുത്തിയല്ലോ. ഇല്ല അച്ഛ, ഒരു തെറ്റും കൂടി ചെയ്യണം. ഞാൻ ശബരിയേട്ടനെയും ഈ വീട്ടിലെ എല്ലാവരെയും നിന്ദിച്ചും കൊണ്ടാണ് ഞാൻ ആ നന്ദുവിൻ്റെ ഇരട്ട സഹോദരനായ മിഥുൻ്റെ അടുത്തോട്ട് പോയത്. അത് ചെയ്യാൻ പാടില്ലായിരുന്നു അച്ഛാ. ഞാൻ എൻ്റെ സ്വയം ഇഷ്ടത്തിന് അയാൾക്ക് ഒപ്പിട്ട് കൊടുത്തു. ഭാര്യയുടെ സ്ഥാനത്ത് നിന്ന് ഞാൻ അത് ചെയ്തു. അത് തെറ്റ് തന്നെയാണ്. അതുകൊണ്ട് ആ തെറ്റ് എനിക്ക് തിരുത്തണം. ഇത് കേൾക്കുന്ന രാമനാഥൻ പറയണേ, എന്താ മോളെ നീ പറയുന്നത്? ഇത് കേട്ട മാഷ്, അവൾ പറയട്ടെ രാമനാഥ, അവൾക്ക് പറയാനുള്ളത് അവൾ പറയട്ടെ. എൻ്റെ കുഞ്ഞ് അത്രയും മാനസിക പീഡനം അനുഭവിക്കൽ കഴിഞ്ഞു. ഭ്രാന്താസ്പത്രിയിൽ ഒരു ഭ്രാന്തിയെ പോലെ കിടക്കേണ്ടി വന്നു. അപ്പോൾ അവളുടെ മനസ്സിൽ അങ്ങനെ ഒരു തെളിച്ചം വന്നെങ്കിൽ അവൾ പറയട്ടെ എന്ന് പറയുമ്പോഴേക്കും അവിടെ വാസന്തി, എന്താ ഇനിയിപ്പോൾ നീ ഉദ്ദേശിക്കുന്നത്? ഉടൻ തന്നെ ദയ പറയണേ, അതെ ഞാൻ ചെയ്തത് വലിയ തെറ്റ് തന്നെയാണെന്ന് എനിക്ക് നന്നായി തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ തെറ്റ് എനിക്ക് തിരുത്തണം. മിഥുൻ എന്ന പയ്യന് ഞാൻ ഒപ്പിട്ട് കൊടുത്തു. അത് നന്ദുവിൻ്റെ ഭാര്യയാണെന്നുള്ള ആ ഒരു ഇതിലാണ് ഞാൻ ആ ഒപ്പിട്ട് കൊടുത്തത്. പക്ഷേ ഞാൻ ഒരിക്കലും അവൻ്റെ ഭാര്യയല്ല, ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ ഇൻഷുറൻസ് കമ്പനിക്ക് എനിക്ക് ആ പണം തിരികെ നൽകണം. എന്നിട്ട് എനിക്ക് എൻ്റെ തെറ്റ് തിരുത്തിയതിന് ശേഷമാണ് അച്ഛൻ ഞാൻ ഇനി ഇങ്ങോട്ടേക്ക് വരുന്നുള്ളൂ എന്ന് പറയുമ്പോൾ രാമനാഥൻ പറയണ, മോളെ നീ എന്താണ് ഈ കാണിക്കുന്നത്? ഞാൻ നിന്നെ ആരതി എടുത്ത് ഒഴിഞ്ഞത് ഇതിന് വേണ്ടിയായിരുന്നോ ഞാൻ ആരതി ഒഴിഞ്ഞ് കയറ്റിയത്? എല്ലാ അർത്ഥത്തിലും നീ ഈ വീട്ടിൽ തന്നെ നിൽക്കണമെന്ന് പറയുമ്പോൾ ശബരി ഒന്നും മിണ്ടുന്നില്ലട്ടാ. അപ്പോൾ ഉടൻ തന്നെ രാമനാഥൻ പറയണ, ശബരി നീ പറയടാ, അവൾ പോവില്ല എന്ന് പറയുമ്പോൾ അച്ഛ അവൾ അവളുടെ തെറ്റ് തിരുത്തി വരികയാണെങ്കിൽ വന്നോട്ടെ. ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കി. ഇനി ചെയ്യേണ്ടത് അവളുടെ വീട്ടുകാരും അവളുമാണ് എന്ന് ശബരി പറയുമ്പോൾ ഉടൻ തന്നെ മാഷ് പറയാണ്, ഇതാണ് ഇന്ന് എനിക്ക് ഇവിടെ വരണമെന്ന് തോന്നിയത്. ഇതിനു വേണ്ടിയായിരുന്നു ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. എന്തായാലും ആ തെറ്റ് എനിക്ക് തിരുത്തണം. എൻ്റെ കുഞ്ഞ് പറഞ്ഞത് ശരിയാണ്. ശബരിയുടെ ഭാര്യയായിരിക്കെ അവൾ നന്ദുവിൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞ് 20 ലക്ഷം ഇൻഷുറൻസിന് കൊടുത്തത്, മിഥുന് കൊടുത്തത് അത് ഒരിക്കലും ശരിയല്ല. അപ്പോൾ ആ പണം ഇവൾ ഭാര്യയല്ലെന്ന് പറഞ്ഞ് ഇൻഷുറൻസ് കമ്പനിക്ക് തന്നെ തിരികെ നൽകണം. അത് ശരിയാണ് എൻ്റെ മോള് പറയുന്നത്. അതുകൊണ്ട് രാമനാഥ, എൻ്റെ മോള് എന്നേക്കുമായി ഇവിടെ നിന്ന് പടിയിറങ്ങുന്നില്ല. ആ തെറ്റ് തിരുത്തിയതിനു ശേഷം ഈ അച്ഛൻ തന്നെ എൻ്റെ മകളുടെ കൈ പിടിച്ച് ഞാൻ ഈ വീട്ടിലോട്ട് കൊണ്ടുവരും. എൻ്റെ ശബരിയുടെ ഭാര്യയായി അവൾ ജീവിക്കുന്നത് കാണണം എന്നൊക്കെ പറഞ്ഞു പോകുന്നു കേട്ടോ. പക്ഷേ ഇനി സുശീല ചെയ്യുന്ന ഇന്ദ്രൻ്റെ അടുത്തോട്ട് എത്താണ്. അപവാദം അത് തന്നെയാണ് ഇനി ഏറ്റവും നല്ലത്. ആ ആയുധം പുറത്തെടുക്കാമെന്ന് കരുതി തന്നെ സുശീല ഇന്ദ്രൻ്റെ അടുത്ത് ചെന്നിട്ട് പറയാ, ഇന്ദ്ര, ഞാൻ ഇന്നൊരു സത്യം കണ്ടു. എന്താ കണ്ടത്? അതെ, അവളിവിടെ സ്വന്തം വീടൊക്കെ മേടിച്ചിരിക്കുന്നത് വെറുതെ ഒന്നല്ല. ഇനിയിപ്പോൾ അവൾക്ക് ആൺതുണയൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ഇനി ആരെയും അവിടെ വിളിച്ച് കെട്ടാം. അത് കേൾക്കുന്ന ഇന്ദ്രൻ പറയണേ, അമ്മേ വെറുതെ വേണ്ടാത്തത് അനുപമയെക്കുറിച്ച് പറയണ്ട. ആരെക്കുറിച്ച് പറഞ്ഞാലും അനുപമയെക്കുറിച്ച് പറഞ്ഞാൽ അത് ഞാൻ ഉൾക്കൊള്ളില്ല. എല്ലടാ, നീ ഉൾക്കൊള്ളണ്ട. നീ അവളെയും താങ്ങി പിടിച്ച് ജീവിച്ചടാ. നീ ഇപ്പോഴും കുറ്റബോധത്തിൻ്റെ ആ നാളും പറഞ്ഞ് അവിടെ ഇരുന്നടാ. നീ ആ വീട്ടിൽ നിന്നും ഇറങ്ങിയില്ല. അപ്പോഴേക്കും അവൾ ആ രവിയെ വിളിച്ച് സൽക്കരിച്ചിരിക്കുന്നു. ഇപ്പോൾ രവി അടിക്കടിക്ക് അവളുടെ വീട്ടിലോട്ട് പോകുന്നുണ്ടെന്നൊക്കെ പറച്ചിൽ. നാട്ടുകാരുടെ ഓരോ അപവാദം പറയുന്നതിന് മുന്നേ നീ പെട്ടെന്ന് അവളെ വേണ്ടെന്ന് വെക്കാൻ നോക്ക് എന്നൊക്കെ ഇങ്ങനെ സുശീല പറയുന്നു കേട്ടോ. അപ്പം ഇതൊക്കെ കേൾക്കുന്ന ഇന്ദ്രന്, എന്താ അമ്മ പറഞ്ഞത്? രവി അവിടെ വന്നു? അതെ, രവി അവിടെ വന്നു എന്ന് പറയണ്ട. അത് കേട്ട് അങ്ങോട്ടേക്ക് സോന കടന്നു വരികയാണ്, സത്യനും കടന്നു വരികയാണ്. രവി അവിടെ വന്നിട്ടുണ്ടെങ്കിൽ സത്യങ്ങൾ അറിയാനായിരിക്കും. അമ്മയും ഹർഷയുമായുള്ള കൂട്ടുകെട്ട്, അമ്മയും ഹർഷയും ഇന്ദ്രേട്ടനുമായുള്ള കൂട്ടുകെട്ട്, അതിൻ്റെയൊക്കെ ചുരുളഴിക്കാനാണോ അങ്ങോട്ടേക്ക് വന്നത് എന്ന് പറയാൻ കഴിയുമോ എന്ന് പറയുമ്പോൾ ഇന്ദ്രൻ്റെ ഉള്ളിൽ ഒരു പേടിയൊക്കെ ആയി കേട്ടോ.